ഞാൻ സിന്ധു സതീശൻ. ഞാൻ ഇന്ന് ഈട് ഉണ്ടാക്കൊണ്ട് പോകുന്ന ഒരു കിട്ടലിനായിട്ടുള്ള ഒരു ഫ്രൈ ആണ്. എന്ത് ഫ്രൈ ആണല്ലേ, അത് വഴിയെ നിങ്ങൾ കണ്ടോ ഞാൻ എന്താ ഉണ്ടാക്കുന്നത്. എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന ഏകദേശം സാധനത്തിനൊക്കെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്നുള്ളത്. ഇതും ഒരു മാസ്മരികമായിട്ടുള്ളൊരു ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ പിന്നെ പാൻ ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വന്നിട്ട് വേണം നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കോക്കനട്ട് ഓയിൽ, ടാറ്റേൻ്റെ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ കറിയിൽ ഇങ്ങനെ എടുത്ത് കമിഴ്ത്താനൊന്നും പാടില്ല, ഈ തവയിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കാനേ പാടില്ല, അല്ലാണ്ട് കൂടുതലൊന്നും ഒഴിച്ചു പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര പൈസയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ എണ്ണ ഉപയോഗിക്കണം. ഞാൻ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ എടുത്ത് എണ്ണ എടുത്തിട്ടുണ്ട്, കോക്കനട്ട് ഓയിൽ. പിന്നെ എന്താ പറയുക, ഇനി ഇതിലേക്ക് ഞാൻ 2 ഉള്ളി, ഒരു മീഡിയം, കുറച്ച് ഒരു വലിയ സൈസ് തന്നെയാണ്, നല്ല സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. അധികം പിന്നെ തിക്കായിട്ട് അരിയാണ്ട് പാടില്ല, സ്ലൈസായിട്ട് അരിയുക. അപ്പോൾ അങ്ങ് ആ ഒരു രീതിയിൽ അരിയുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴന്ന് നിൽക്കുക. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഓക്കെ, പതിപോലെ തന്നെയാണ് നമ്മുടെ ഈ പിന്നെ ഉള്ളി പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരും, അധികം സമയം എടുക്കില്ല. അപ്പം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക. ഇളക്കി ഒന്ന് വഴറ്റിയെടുത്ത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ഇടാണ്ട് പോകുന്നത് ഈ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നന്നായിട്ട് കുത്തി ചതച്ചെടുത്തതാണ്. സാധാരണ ആൾക്കാരൊക്കെ ചിലപ്പോൾ പിന്നെ ഗാർലിക് പേസ്റ്റ് അതുപോലെ തന്നെ ജിഞ്ചർ പേസ്റ്റൊക്കെ എടുക്കണം. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇത് കുത്തിയിട്ടെടുത്ത് തന്നെയാണ്. ഈ പിന്നെ പേസ്റ്റിൻ്റെ ആവശ്യം വന്നാൽ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുകയില്ല, ഞാൻ പിന്നെ കടയിൽ നിന്ന് വാങ്ങാറില്ല. ഞാൻ ഈ പറയുന്നുണ്ടക്ക് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളകിന് ഭയങ്കര എരിവാണ്, പിന്നെ എരിവ് കുറച്ചധികം കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ കഴിക്കൂല. അതുകൊണ്ട് തന്നെ നോക്കി കണ്ടൊക്കെ എരിവ് ഉണ്ടാക്കുന്നത്. ഇത് ഏട്ടൻ്റെ സ്പെഷ്യലാണ്, ഏട്ടന് വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചു കൊണ്ടുവന്ന സാധനം അത്. അപ്പോൾ നമ്മളെ ഒനിയൻ ഇങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കണം. എന്നാലും കുറച്ചും കൂടി ഇത് ബ്രൗണിഷ് ആയിക്കഴിഞ്ഞാൽ നല്ല ഉണ്ടാവും. പക്ഷേ പിന്നെ ഞാൻ ഷോപ്പിൽ പോയിട്ട് വന്നിട്ട് ഉണ്ടാക്കുന്നതാണ്, അപ്പം കുറച്ച് ലേറ്റായിന് സംഭവം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ ആദ്യം ഷോപ്പിൽ പോയപ്പോൾ, ഈ ചിക്കൻ ഷോപ്പിൽ പോയപ്പോൾ ഇതുണ്ടായിട്ടാണ്, പാർട്സ് ഉണ്ടായിട്ടാണ്. എന്നിട്ട് അവൻ പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാ അക്ക, അപ്പോഴേക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും പോയിട്ടാണ് ഈ സാധനം മേടിച്ചിട്ട് കൊണ്ടുവന്നത്. കാരണം പിന്നെ ഏട്ടനിത് 2ാമത്തെ പ്രാവശ്യം പറയുന്നത് ചിക്കൻ പാർട്സ് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു, അങ്ങനെ വാങ്ങിയിട്ട് വന്നു. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3/4 ടേബിൾ സ്പൂൺ എടുത്ത് പിന്നെ റെഡ് ചില്ലി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ നമ്മൾ മുളക് പൊടി റെഡ് ചില്ലി എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി, ഇപ്പം പിന്നെ 3/4 ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഈ എന്താ പറയുക 2 പ്രാവശ്യമായിട്ട് 3/4 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ എടുക്കുക. ഓക്കെ, മല്ലിപ്പൊടി എടുക്കുക. ഇപ്പോൾ ഇതാ കണ്ടോ, അതേ അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ 2 സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏട്ടന് പിന്നെ ചെറിയൊരു പനി ജലദോഷമൊക്കെയാണ്, അപ്പോൾ ഒരു തുമ്മൽ ഇതിലൊക്കെ ഉണ്ട്, കിടക്കുമെന്ന്. പിന്നെ അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളിയാണ്, മീഡിയം സൈസ് ചെറിയ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നോക്കി കണ്ടൊക്കെ എടുത്താൽ മതി, അധികം തക്കാളീൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ വേണ്ട. എനിക്ക് പിന്നെ ഇതിൽ ഈ ഒരു അളവാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഓക്കെ, പിന്നെ അതുകൊണ്ട് ഞാൻ ഈ ഒരു അളവ് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ ഇവിടെ 3/4 കിലോനെടുത്ത് ചിക്കൻ പാർട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഞാൻ ഇല്ലയെന്ന് പറഞ്ഞിട്ട് മടങ്ങി വന്നതാണ്. ഇപ്രാവശ്യം ഞാൻ പോയി ചോദിച്ചതുകൊണ്ട് അവൻ പറഞ്ഞു ചേച്ചി നല്ല അക്കാന്ന് വിളിക്കുക, അക്ക പിന്നെ തരാം എന്തായാലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഗരം മസാലയാണ്. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ്, പുറത്തുനിന്ന് വാങ്ങിയതല്ല. അതുപോലെ തന്നെ കുരുമുളക് ഞാൻ മേടിച്ച് പൊടിപ്പിക്കുക തന്നെ ചെയ്യുക. ഇനിയിപ്പം ഇതിലേക്ക്
അല്പം കുരുമുളക് ഇട്ട് കൊടുക്കണം. ഇത് നല്ലൊരു ബ്രൗണിഷ് കളറായിട്ട് വെന്ത് വരുമ്പോഴാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുക. ഇപ്പം ഞാൻ ഇട്ടത് കുരുമുളകാണ്. ഓക്കെ. പിന്നെ ഞാൻ ആദ്യമായിട്ട് ചിക്കൻ പാർട്സ് കഴിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പയ്യന്നൂരിൽ സഹകരണ ആശുപത്രിൻ്റെ അടുത്ത് ഒരു രാജീവ് ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ ചിക്കൻ പാർട്സ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇപ്പം അവരുണ്ടാക്കുന്നതിനെക്കാട്ടും നന്നായിട്ട് ഞാൻ ഉണ്ടാക്കും. പിന്നെ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ചിക്കൻ പാർട്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 3/4 കിലോ ചിക്കൻ പാർട്സ് ഉണ്ടായിരുന്നു. 120 രൂപയായിരുന്നു ചിക്കന്, ഈ ചിക്കൻ പാർട്സിന് അവൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇനി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ രീതിയിൽ ഇതിലേക്ക് പെട്ടെന്ന് മസാല അങ്ങ് കയറി ചെല്ലൂല, അറിയില്ലേ, ഈ ചിക്കൻ പാർട്സിൽ അങ്ങനെ കയറില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് മസാലയ്ക്ക് ഒന്ന് നല്ല തേച്ച് പിടിപ്പിക്കുന്ന പോലെ ആക്കി കൊടുക്കുക. അപ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് വരും. ഓക്കെ. ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ സത്യത്തിൽ ഈ എണ്ണേൻ്റെ ആവശ്യമില്ല. പിന്നെ ആദ്യം ഒഴിച്ച എണ്ണ തന്നെ ധാരാളമാണ്. പക്ഷേ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന രീതി അനുസരിച്ചിട്ട് കുറച്ചും കൂടി വേണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തത്. ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചിക്കൻ്റെ ലിവറിനും മറ്റാ സാധനത്തിലായിട്ടാണ് ഇതിന് ചുക്കാമണി എന്ന് പറയുക. ഇതിൻ്റെ കോഴിയുടെ ചുക്കാമണിയിൽ എടുത്തുനിന്നാണ് ചോദിക്കുക. അപ്പം എന്താ പറയുക, പിന്നെ ഇതിലൊക്കെ ഈ വെള്ളമുണ്ട്. അപ്പോൾ നമ്മളിത് തിളപ്പിക്കുമ്പോഴേക്ക് തന്നെ ഇതിനകത്ത് തന്നെ വെള്ളം അതിലേക്ക് ഇഷ്ടം പോലെ ഇറങ്ങി വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് പൊത്തി ഒരു ഞാൻ കറക്റ്റ് 20 മിനിറ്റ് വേവിക്കാറുണ്ട്. കാരണം പിന്നെ സാധാരണ ബ്രോയിലർ ചിക്കൻ ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് വേവാൻ വേണ്ടി വേണം. നാടൻ കോഴിയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും വെന്ത് വരാൻ വേണ്ടിയിട്ട്. ബ്രോയിലർ കോഴിക്ക് അത്ര സമയത്തിൻ്റെ ആവശ്യമില്ല. ഞാനിത് കറക്റ്റ് ഒരു 20-25 മിനിറ്റ് വരെ വേവിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ പിന്നെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ, അല്ലേ? പച്ചക്കറി ഒന്നും കുഴപ്പമില്ല. ഈ ചിക്കനിലാകുമ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ ഇതിനി നമുക്ക് ഒരു 20 മിനിറ്റിലേക്ക് വെക്കാം. ഇപ്പം ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ 20 മിനിറ്റിന് ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, നിറച്ചും വെള്ളമാണ് ഉണ്ടായിരുന്നത്. അതിന്നിപ്പോൾ വറ്റി വന്നിരുന്നു. ശരിക്കും എന്തൊരു രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. കാണാൻ മാത്രമല്ല, തിന്നാനും നല്ല രസമാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഓക്കെ. അപ്പോൾ ഈ വെള്ളമില്ലേ ഇപ്പോൾ കാണുന്ന സംഭവം അതൊക്കെ നമ്മൾക്ക് പിന്നെ വറ്റിച്ചിട്ട് അതങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കണം, നല്ല ഫ്രൈ ആയിട്ട് എടുക്കണം. അപ്പോഴാണ് കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ഇത് തിളച്ച് വരുമ്പം തന്നെ ഏകദേശം വറ്റിയിട്ടുണ്ട് വെള്ളം. പക്ഷെ അതിലേക്ക് ഞാൻ കുറച്ച് പുതിന, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സംഭവം കൂടി വെന്ത് അതിലേക്ക് ഇങ്ങനെ അത് സെറ്റായിട്ട് വരണം. അപ്പോഴാണ് നമ്മൾ ഈ കഷ്ണമൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ ഈ പിന്നെ എന്താ പറയുക, പുതിനേൻ്റെയും അതുപോലെ തന്നെ മല്ലിയിലൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെ കറി ഏകദേശം ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് ഒരു വെറ്റുണ്ടാകും കേട്ടോ. എന്തായാലും പിന്നെ ഈ എന്താ പറയുക, എണ്ണയുടെ അതുപോലെ തന്നെ ചിക്കൻ ലിവറിന്നൊക്കെ ഇറങ്ങി വന്ന വെള്ളമൊക്കെ കുറച്ചുണ്ടാവും. പിന്നെ ഞാനിത് ചപ്പാത്തിക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് വെള്ളം ഉണ്ടാവുന്ന രീതിയിൽ വെറ്റായിട്ടുള്ള ഒരു സംഭവം എനിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം ഞാൻ കുറച്ചും കൂടി മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്, പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഫസ്റ്റ് ഇട്ട് കൊടുത്തത് പുതിനയിലൊക്കെ, മല്ലിയിലയാണ് കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആദ്യമല്ല ഞാൻ ഈ പുതിനയില ഞാൻ ചിക്കനിൽ ഇടാറില്ല. പക്ഷേ ഏട്ടൻ പറഞ്ഞു എനിക്ക് അത് ഇട്ടാൽ എന്താ കുഴപ്പം, എന്താന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനെ ഇങ്ങനെ ഒരു ഏട്ടൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ ഒരിക്കൽ ഞാൻ പുതിനയില ഇട്ടപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും ഇടാറുണ്ട് ചിക്കൻ കറിയിൽ. പിന്നെ മല്ലിയിലയും പുതിനയും ഒന്നിച്ചിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളെ കറി ഇങ്ങനെ ഡ്രൈ ആയി വന്നു കേട്ടില്ലേ. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റണം. ഓക്കെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ പാർട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, കാണാൻ എന്തൊരു ഭംഗിയല്ലേ, കഴിക്കാനും അതേപോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ കയറണേ. അപ്പോൾ എല്ലാവരും ഇത് അവരവരുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് തന്നെ അറിയിക്കും. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ പോയി നിൽക്കുന്നവർ എല്ലാവർക്കും ബൈ.